has nobody now but yours. No hands, no feet on earth but yours. Yours are the eyes with which he looks, compassion on this world. Yours are the feet with which he walks to do good. Yours are the hands with which he blesses all the world. Yours are the hands, yours are the feet, yours are the eyes, you are his body. സ്നേഹം പങ്കുവയ്ക്കുക എന്നത് ഒരു വലിയ പ്രേക്ഷിത ദൗത്യമാണ്. എല്ലാ ഉത്തമ ക്രൈസ്തവനോടുമുള്ള ഒരു ആഹ്വാനമാണ്. ഈ ദൗത്യമാണ് സിസ്റ്റേഴ്സ് ഓഫ് അവർ ലേഡി ഓഫ് ഗാർഡൻ സ്നേഹപൂർവം ഏറ്റെടുത്തിരിക്കുന്നത്. ഫാദർ ആന്റണി ജനലിയാണ് ഈ സഭയുടെ പിതാവ്. 1812 ആന്റണി ജനലിയുടെ പുരോഹിതാഭിഷേകം നടന്നു. 1838 ഫാദർ ആന്റണി ജനലി ബോബിയോ രൂപതയുടെ മെത്രാനായി. 1846 ആ പുണ്യജീവിതത്തിന് തിരശ്ശീല വീണു. 1951 ഒക്ടോബർ 21 12-ാം പിയൂസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. 1493 ഇറ്റലിയിൽ ജനോവ നഗരത്തിലെ ക്യാവരി എന്ന പട്ടണത്തിൽ കോളറ പകർച്ചവ്യാധി പടർന്നു പിടിച്ചു. തുർച്ചീന എന്ന സ്ത്രീ പരിശുദ്ധ മാതാവിനോട് ഉള്ളുരുകി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഫലമായി തുർച്ചീനയും കുടുംബാംഗങ്ങളും പകർച്ചവ്യാധിയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. രോഗമുക്തി നൽകിയ പരിശുദ്ധ മാതാവിനോടുള്ള ആദരസൂചകമായി തുർച്ചീന വഴിമധ്യേയുള്ള ഒരു ഉദ്യാന ചുമരിൽ പരിശുദ്ധ മാതാവിൻ്റെ ചിത്രം വരപ്പിച്ചു. ആ വഴി കടന്നുപോയവരെല്ലാം മാതാവിൻ്റെ ചിത്രത്തിനരികിൽ സാഷ്ടാംഗം വീണു പ്രാർത്ഥിക്കുകയും പുഷ്പങ്ങൾ അർപ്പിക്കുകയും ചെയ്തു. അവർക്കെല്ലാം പരിശുദ്ധ മാതാവ് അതിരറ്റ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും വർഷിച്ചു. അന്നു മുതൽ പരിശുദ്ധ മാതാവിൻ്റെ ഈ ചിത്രം അവർ ലേഡി ഓഫ് ഗാർഡൻ അഥവാ ഉദ്യാന മാതാവ് എന്ന പേരിൽ ലോകമെമ്പാടും അറിയപ്പെടുവാൻ തുടങ്ങി. ഫാദർ ആന്റണി ജനലി ഉദ്യാന മാതാവിൻ്റെ ഒരു വലിയ ഭക്തനായിരുന്നു. അദ്ദേഹം മാതാവിൻ്റെ ഭക്തി മറ്റുള്ളവരിലേക്കും പ്രവഹിപ്പിച്ചു. ഈ ഭക്തി പ്രചരണത്തിൻ്റെ പ്രേരണയിൽ ക്യാവരിയിലെ 12 യുവതികൾ തങ്ങളുടെ ജീവിതാഭിലാഷം ഫാദർ ആന്റണി ജനലിയെ അറിയിക്കുകയും അദ്ദേഹം ഉദ്യാന മാതാവിൻ്റെ നാമത്തിൽ ഒരു സന്യാസിനി സമൂഹത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. അങ്ങനെയാണ് സിസ്റ്റേഴ്സ് ഓഫ് അവർ ലേഡി ഓഫ് ഗാർഡൻ എന്ന സന്യാസിനി സഭ സ്ഥാപിക്കപ്പെട്ടത്. ദൈവമഹത്വീകരണവും സഹോദര സേവനത്തിലൂടെ ആത്മവിശുദ്ധീകരണവുമാണ് ഈ സന്യാസിനി സമൂഹത്തിന്റെ ലക്ഷ്യം. നമ്മുടെ ചുറ്റിലുമുള്ള സഹോദരങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരെ വിദ്യാഭ്യാസം, ആതുര ശുശ്രൂഷ തുടങ്ങിയ സേവനങ്ങൾ വഴി സഹായിക്കുക എന്ന ദൗത്യമാണ് വിശുദ്ധ ജനേലി തൻ്റെ അനുയായികൾക്ക് കൈമാറിയത്. ആദ്യകാല സഹോദരിമാരിൽ വിധവയായ കത്രീന എന്നു പേരുള്ള സഹോദരിയെ ആണ് ആന്റണി ജനേലി പ്രഥമ സുപ്പീരിയർ ജനറൽ ആയി അംഗീകരിച്ചത്. ഈ സഹോദരിയുടെ ജീവിതം തികച്ചും ദൈവസേവനം മാത്രമായിരുന്നു.
സഭയോടും സഭാ അംഗങ്ങളോടും ഈ സഹോദരിക്കുണ്ടായിരുന്ന സ്നേഹവും ആത്മാർത്ഥതയും അവർണ്ണനീയമാണ്. ഇതുപോലുള്ള ഒട്ടനവധി വ്യക്തികളുടെ ആത്മാർത്ഥ സേവനം സഭ പടർന്നു പന്തലിക്കുവാൻ കാരണമായി. അർജന്റീന, ബൊളീവിയ, ബ്രസീൽ, ചിലി, കോങ്കോ, ഇസ്രായേൽ, ഇറ്റലി, പരാഗ്വേ, സ്പെയിൻ, USA, ഉറുഗ്വേ, ഇന്ത്യ എന്നീ 13 രാജ്യങ്ങളിൽ ഈ സഹോദരികൾ തങ്ങളുടെ നിസ്വാർത്ഥ സേവനം അനുഷ്ഠിച്ചു പോരുന്നു. ദൈവത്തെ നിത്യവും സ്വതന്ത്ര മനസ്സോടെ അന്വേഷിക്കുന്നവൾ, ദൈവത്തിനു വേണ്ടി സ്വയം അർപ്പിക്കപ്പെട്ടവൾ, ദൈവസ്നേഹത്തിലൂടെ സാഹോദര്യം എന്തെന്ന് അനുഭവിച്ചറിഞ്ഞവൾ, ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും വഴിയെ സഞ്ചരിക്കുന്നവൾ. അവളുടെ ക്യാരിസം പ്രവാചകത്വമാണ്. അതവൾ നിത്യവും ഓർക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. അവൾ സ്വതന്ത്രയും മറ്റുള്ളവരെ സ്വതന്ത്രയാക്കുന്നവളുമാണ്. അവൾ മാനുഷിക മൂല്യങ്ങളിൽ ധനികയും ഉദാരശീലയും സന്തോഷവതിയും പ്രത്യാശാവതിയുമാണ്. സഹോദരങ്ങളുടെ അടിയന്തര ആവശ്യങ്ങൾക്ക് അവസരോചിതമായ പ്രതികരണം, പൂർണ്ണമായും സ്നേഹത്തിൻ്റെയും കരുണയുടെയും അരൂപിയിലുള്ള പ്രതികരണം, ഈ മൂല്യ ആശയം പ്രാബല്യത്തിൽ കൊണ്ടുവരുവാനാണ് ഫാദർ ജനലി ഈ സന്യാസിനി സമൂഹത്തിന് രൂപം നൽകിയത്. പ്രാർത്ഥനയിലും ദൈവവിശ്വാസത്തിലും അധിഷ്ഠിതമായ ഒരു ജീവിതമാണ് ഈ സന്യാസിനികളുടേത്. ഇവരുടെ ജീവിതത്തിൻ്റെ ആധാരവും പ്രാർത്ഥനയുടെ ഉറവിടവും ഉച്ചകോടിയും ഏകതയുടെ അടയാളവും ഉപവിയുടെ ബന്ധനവുമാണ് വിശുദ്ധ കുർബാന. ഇതിൽ നിന്നാണ് അവരുടെ ഓരോ ദിവസത്തിൻ്റെ ആരംഭവും അന്ത്യവും. ദൈവത്തിൽ പരിപൂർണമായി വിശ്വാസമർപ്പിച്ചുകൊണ്ട് എപ്പോൾ അവർ സഭയുടെ വിശുദ്ധ വസ്ത്രം സ്വീകരിക്കുന്നുവോ അപ്പോൾ മുതൽ പരിശുദ്ധ മാതാവിൻ്റെ മകൾ എന്ന പേരിൽ അറിയപ്പെടുകയും ആ അമ്മയിൽ വിശ്വസിക്കുകയും അവളെ സ്വർഗീയ അമ്മയായി സ്വീകരിക്കുകയും അവളുടെ മധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനയുടെയും നിശബ്ദതയുടെയും അന്തരീക്ഷത്തിൽ പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനം വഴി ഓരോ സന്യാസിനിയും പ്രാർത്ഥനയുടെ രൂപാന്തരീകരണം അനുഭവിക്കുകയും തൻ്റെ സഹോദരീ സഹോദരന്മാരിൽ ദർശിക്കുകയും അനുദിന ജീവിതാനുഭവങ്ങളിൽ ദൈവേഷ്ടം മനസ്സിലാക്കി ഏകാഗ്രതയുള്ളവരായി ജീവിക്കുകയും ചെയ്യുന്നു. On the occasion of this Jubilee, I am grateful to the Almighty God for the abundant blessings He has showered on our congregation. We know well the state of our being today, where we are and where we are not. The power and grace of God were in our lives, guiding us. The result of the hard work, with dedication and commitment, along with timely support and loving concern of many who have contributed for our growth. I remember very specially our bishops, Bishop George, Archbishop Abraham, Archbishop Pascal Topno, Bishop Victor Quinto, Bishop Leo, Archbishop Pavatil, Mothers General, priests, religious, benefactors, well-wishers. I remember all my sisters for their commitment and hard work which has brought us to this day. I wish all of them, like our founder, to be grounded in the awareness of God. Let us take ourselves to the world's realities and requirements. Let us work together and discover the deeper meaning of life around us with prudence
and respond with faith and vigilant evangelical charity to bring transformation within each one and in the congregation. May the values of Jesus be the guiding light on our path. പരിശുദ്ധ ത്രിത്വമാണ് ഈ സന്യാസിനികളുടെ സമൂഹ ജീവിതത്തിൻ്റെ തുടക്കവും മാതൃകയും ലക്ഷ്യവും. ഈശോ അവരുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാണ്. ഈ ജീവിതം ദൈവത്തിൽ നിന്നുള്ളതും വിശ്വാസത്തിൽ അധിഷ്ഠിതവുമാണ്. ദൈവകൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ അവരുടെ വിശ്വാസം പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് കൂട്ടായ്മയിൽ ജീവിക്കുകയും തങ്ങൾ വിശ്വസിക്കുന്നവന് സേവനം ചെയ്യുകയും ചെയ്യുന്നു. ഇവർ ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ കൂട്ടായ്മ തങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് പരസ്പര സൗമനസ്യവും സ്നേഹബന്ധവും പരിപോഷിപ്പിക്കുന്നു. സിസ്റ്റേഴ്സ് ഓഫ് അവർ ലേഡി ഓഫ് ഗാർഡന്റെ 150-ാം ജന്മദിനാഘോഷവേളയിൽ ജനറൽ സുപ്പീരിയർ മദർ റൊസാരിയോ സനീനി, ഇൻഡോർ രൂപതയുടെ മെത്രാൻ ജോർജ് ആനാത്തിൽ, കാണ്ടുവ രൂപതയുടെ മെത്രാൻ എബ്രഹാം വിരുതകുളങ്ങര എന്നിവർ ഒത്തുചേർന്നപ്പോൾ രൂപപ്പെട്ട ആശയത്തെ തുടർന്നാണ് ഭാരതത്തിൽ ഈ സന്യാസിനികളുടെ പ്രവർത്തനം ആരംഭിക്കുവാൻ ഇടയായത്. ബഹുമാനപ്പെട്ട ജോസ്പിൻ, അസൂന്ത, എലിസബത്ത്, ക്രിസ്റ്റീന, മഗ്ദലൻ, പൗള എന്നീ സഹോദരിമാരാണ് ആദ്യമായി ഇന്ത്യയിലെത്തിയവർ. സിസ്റ്റർ ജോസ്പിൻ കാനാട്ടായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ റീജിയണൽ സുപ്പീരിയർ. ആദ്യകാല സഹോദരിമാർക്ക് വളരെയധികം ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നു. ഭാഷ, സംസ്കാരം എല്ലാം അവർക്ക് അപരിചിതമായിരുന്നു. എല്ലാവിധ പ്രതിസന്ധികളെയും ആ സഹോദരിമാർ നിശ്ചയദാർഢ്യത്തോടും പ്രതിജ്ഞാബദ്ധമായ സ്നേഹത്തോടും നേരിട്ട് മുന്നേറി. ഗ്രാമസന്ദർശനം, ആതുര സേവനം എന്നീ തുറകളിൽ തങ്ങളാൽ ആകും വിധം സേവനം ചെയ്തു. ഇന്ന് മനുഷ്യകുലത്തിന് ദൈവസ്നേഹത്തിൻ്റെ ഉദാത്തമായ ഒരടയാളമായി ഈ സന്യാസിനികൾ വ്യത്യസ്ത സേവനങ്ങളിലൂടെ സഭയുടെ പ്രേക്ഷിത പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നു. I thank God for the gift of the sisters to the diocese and all the dedicated service they are doing. I also congratulate and thank the sisters for their service in the diocese as well as in India. This 25 years of service has been a gift of God to the Indian Church and in particular to the Diocese of Indore. I pray that this Jubilee be an occasion for all the sisters in India for their own self-renewal as well as a new commitment to the mission of the Church in India. May God bless each sister as well as the congregation and especially the Indian province. മറ്റുള്ളവർക്ക് അറിവ് പകരുന്നത് വളരെ ശ്രേഷ്ഠവും മഹത്വപൂർണവുമായ ഒരു സേവനമായിട്ടാണ് സ്ഥാപക പിതാവ് കണക്കാക്കിയത്. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ഒരു വ്യക്തിയുടെ സമഗ്ര വികാസമാണ്. വിദ്യാഭ്യാസം വഴി കെട്ടുറപ്പുള്ള അടിസ്ഥാനം കിട്ടിയവന് സുനിശ്ചിതമായ ഭാവി ഉറപ്പാണ്. ഈ സന്യാസിനികളുടെ വിദ്യാഭ്യാസ വീക്ഷണം ഇപ്രകാരമായിരുന്നു: ഓരോ കുട്ടിക്കും അവൻ്റെയും അവൻ്റെ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നന്മയ്ക്കായി വളരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. അതുവഴി അവരെ ഉത്തരവാദിത്തമുള്ള പൗരന്മാരും
ശ്രേഷ്ഠരായ വ്യക്തികളുമാക്കി തീർക്കുക. ഈ സന്യാസിനികൾ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും സ്കൂളുകൾ സ്ഥാപിച്ച് മറ്റുള്ളവർക്ക് വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം പകർന്നു കൊടുക്കുന്നു. അതുവഴി സമൂഹത്തിലുള്ള ദുരാചാരങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്നു. ഭൂരിപക്ഷം സഹോദരികളും ഈ മേഖലയിലാണ് സേവനമനുഷ്ഠിക്കുന്നത്. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ആന്ധ്ര, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ ഇവർ സേവനമനുഷ്ഠിക്കുന്നു. ഈ സംസ്ഥാനങ്ങളിലെ ഏതാനും ഗ്രാമങ്ങളിൽ ഹോസ്റ്റലുകൾ നടത്തി ജാതിമത ഭേദമന്യേ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് അറിവിന്റെ വെളിച്ചം പ്രദാനം ചെയ്യുന്നു. ഈശോയുടെ പരസ്യജീവിതത്തിൻ്റെ അധിക ഭാഗവും രോഗശാന്തി ശുശ്രൂഷയായിരുന്നു. അവിടുന്ന് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്കു തന്നെയാണ് ചെയ്തു തന്നത്. ഓരോ വ്യക്തിയും അവരുടെ ജീവിത പരിപൂർണത പ്രാപിക്കണമെന്നതാണ് സ്വർഗീയ പിതാവിന്റെ അഭീഷ്ടമെന്ന് ഈശോ വെളിപ്പെടുത്തി. ഔഷധം മാത്രമല്ല, സ്നേഹപൂർണമായ മനസ്സിലാക്കലും പരിചരണ മനോഭാവവുമാണ് രോഗികൾക്കും മരണാസന്നർക്കും ആശ്വാസവും ശക്തിയും പകരുന്നത്. സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്നിവ ഓരോ വ്യക്തിക്കും ലഭ്യമാക്കുക എന്നുള്ളതാണ് ഓരോ സമൂഹത്തിൻ്റെയും ലക്ഷ്യം. പക്ഷേ യാഥാർത്ഥ്യം ഇതാണ്: അടിച്ചമർത്തലും സാമൂഹ്യ തിന്മകളും സമൂഹത്തിലേക്ക് കടന്നു വന്നു. യേശുവിൻ്റെ ഒരു യഥാർത്ഥ അനുയായിക്ക് ഈ അവസരങ്ങളിൽ നിശബ്ദരായിരിക്കുവാൻ കഴിയുമോ? ഓരോരുത്തരും മനുഷ്യകുലത്തിൻ്റെ സമഗ്രതയ്ക്കും ന്യായലബ്ധിക്കും വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറാകണം. അശരണരെയും ആലംബഹീനരെയും അടിച്ചമർത്തപ്പെട്ടവരെയും അടിമത്തത്തിൻ്റെ ചങ്ങലയിൽ നിന്ന് മോചിപ്പിക്കുക എന്നത് സാർവത്രിക സ്നേഹമാണ്. ഇത് ഈ സന്യാസിനി സഭയുടെ പ്രേക്ഷിത ദൗത്യത്തിൻ്റെ ഭാഗമാണ്. സാമൂഹിക പരിഗണനയും സഹാനുഭാവവും അവരുടെ ആധ്യാത്മികതയുടെ ഒരു സമഗ്ര ഭാഗമാണ്. ആതുരരെയും ആലംബഹീനരെയും അടിച്ചമർത്തപ്പെട്ടവരെയും ഉന്നതിയിലേക്ക് നയിക്കുന്നതിൽ ഈ സഭയ്ക്ക് ഇന്ത്യയിൽ ഒരു മുഖ്യ പങ്കുണ്ട്. സാമൂഹിക സാമ്പത്തിക വികസന പ്രവർത്തനങ്ങൾ, സ്വയം സേവക സംഘം, ഔപചാരിക അനൗപചാരിക വിദ്യാഭ്യാസം, ഭവന സന്ദർശനം, ആതുര സേവനം, എന്നിവ വഴി സന്യാസിനികൾ സമൂഹ വികസനത്തിൽ ഉന്നത പങ്കു വഹിക്കുന്നു. തങ്ങൾ അറിയാതെ ബാല്യത്തിൽ തന്നെ തെരുവിൽ അലയാൻ വിധിക്കപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങൾ, തങ്ങൾ മനുഷ്യരാണെന്ന ബോധം പോലും നഷ്ടപ്പെട്ടവർ, തെരുവിൽ അലയാൻ വിധിക്കപ്പെട്ട ഈ ബാല്യങ്ങളെ കണ്ടെത്തി വേണ്ടത്ര സ്നേഹവും ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും വിദ്യാഭ്യാസവും നൽകി സമൂഹ ജീവിതത്തിൻ്റെ നേർധാരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു.
ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ഇവർ ഈ സുവിശേഷവാചകം അന്വർത്ഥമാക്കുന്നു. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. പ്പെടുത്തുവാനും അതുവഴി ലോകത്തിൽ സുവിശേഷത്തിൻ്റെ സാക്ഷികൾ ആയിത്തീരുവാൻ സഹായിക്കുക എന്നുള്ളതാണ്. ഈ പരിശീലന ഘട്ടത്തിൽ സമഗ്രമായ വ്യക്തിത്വ വികസനത്തിന് ഊന്നൽ കൊടുക്കുന്നു. ഹൈസ്കൂളോ അതിലുപരി വിദ്യാഭ്യാസ യോഗ്യതയുള്ളതും സന്യാസ ജീവിതത്തോട് ആഭിമുഖ്യം ഉള്ളവരുമായ യുവതികളെ സഭയിലേക്ക് സ്വീകരിക്കുന്നു. ഈ തിരഞ്ഞെടുക്കപ്പെട്ട യുവതികളെ ഒരു നിശ്ചിത കാലയളവിലേക്ക് പ്രാദേശിക സന്യാസ സഭാ ഭവനങ്ങളിൽ പരിശീലനത്തിനായി അയക്കുന്നു. പരിശീലനത്തിൻ്റെ ആദ്യഘട്ടമായ ആസ്പിറൻസി യുവതികളുടെ വിദ്യാഭ്യാസ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ 1 മുതൽ 3 വർഷം നീളുന്നു. അതേ തുടർന്ന് അവർ 2ാം ഘട്ടമായ പോസ്റ്റ്ലൻസിയിൽ പ്രവേശിക്കുന്നു. ഈ കാലഘട്ടത്തിൽ അർത്ഥനികളെ മാനുഷികവും ക്രിസ്തീയവുമായ പക്വതയിലും പൂർണ്ണമായും ദൈവത്തിന് അർപ്പിക്കുവാനുള്ള പരിശീലനം നൽകുന്നു. തൻ്റെ ദൈവവിളി ഉറപ്പുവരുത്തുവാനും അതിൽ ആഴപ്പെടുവാനുമുള്ള സമയം കൂടിയാണിത്. 2 വർഷത്തെ നൊവിഷ്യേറ്റിന് ശേഷം ആഴപ്പെടുന്നു. നിത്യവ്രത വാഗ്ദാനം വഴി അവർ സഭയിലെ പൂർണ്ണ അംഗങ്ങളായിത്തീരുന്നു. അതേ തുടർന്ന് നവസന്യാസിനികൾ 6 മുതൽ 9 വരെയുള്ള വർഷത്തെ പരിശീലനത്തിന് ശേഷം നിത്യവ്രതം വാഗ്ദാനം ചെയ്യുന്നു. It's indeed a great joy to be here today to celebrate your 25th anniversary. The Lord continues to do great things for us. And one of the great things is to gather us together here to give Him thanks for the marvels that He continuously accomplishes in our life. Indeed, a jubilee is a moment for reflection, a moment to look back to see the great things that the Lord has done with us and through us in these 25 years. Indeed, you have done great things here in India. In this short time, you already have 10 missions and you are reaching out to many people. We thank God for what you have done to give us His protection. My wish for you and the wish of all the sisters throughout the world is that your life may be a reflection of the life of the Good Samaritan. പ്രേക്ഷിത പ്രവർത്തനത്തിൽ 175 വർഷങ്ങൾ പിന്നിട്ട ഈ സുവർണാവസരത്തിൽ പരിശുദ്ധാത്മാവ് ഈ സന്യാസിനികളെ വിളിച്ചുണർത്തുന്നു. അവരുടെ ലക്ഷ്യത്തെ പുനർജീവിപ്പിക്കുവാൻ തിരുസഭയും തങ്ങളുടെ ഉത്തരവാദിത്വത്തിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ ഇവരെ ക്ഷണിക്കുന്നു. അവരുടെ ഉത്തരവാദിത്തങ്ങളെ നൂതന അർപ്പിത മനോഭാവത്താൽ പൂർത്തീകരിക്കുവാൻ. എന്തെന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്താലും സന്മനസ്സുള്ളവരുടെ ഐക്യത്താലും ജീവിച്ച് തിരുസഭയെ ഒരു പുതിയ പ്രത്യാശയുടെ യുഗത്തിലേക്ക് നയിക്കേണ്ടിയിരിക്കുന്നു. ജൂബിലി വിലയിരുത്തലിനും നന്ദി പ്രകടനത്തിനുമുള്ള അവസരമാണ്. സഭയുടെ മേലുള്ള ദൈവകൃപയുടെ അനർഗള പ്രവാഹത്തിന് നന്ദി പറയുവാനും തങ്ങളുടെ സാഹസിക സംരംഭം കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി പുനർജീവിപ്പിക്കാനുമുള്ള സമയം കൂടിയാണ് ജൂബിലി. ഈ സന്യാസിനി സമൂഹത്തിൻ്റെ 175ാം വാർഷികത്തിൽ ദിവംഗതനായ മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ സന്യാസിനികളെ അഭിസംബോധന ചെയ്ത് ഇപ്രകാരം അറിയിച്ചു:
പ്രിയ സഹോദരിമാരെ, യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെയും പ്രേഷിത ദൗത്യത്തിൻ്റെയും കേന്ദ്രമാക്കി മുന്നോട്ട് പോവുക. ഈ പുതിയ നൂറ്റാണ്ടിൽ നിങ്ങളുടെ പ്രേഷിത പ്രവർത്തനം ദൈവമഹത്വം ലോകത്തിന് വെളിപ്പെടുത്തുവാനുള്ള ഭാഗ്യവശാലുള്ള അവസരമാണെന്ന ബോധ്യത്തോടു കൂടി ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സഭയുടെ സ്ഥാപകനായ വിശുദ്ധ ആന്റണി ജനേലിയെ പോലെ സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കട്ടെ. പ്രത്യാശയുടെ അക്ഷീണ സാക്ഷികൾ ആയിരിക്കുക. The undersigned Sister Mary Antoinette Cappelli, Superior General of the Institute of the Daughters of Our Lady of the Garden, with the deliberative vote of her councillors, considered the past 25 years from the foundations of the first community in India, considered the dedication with which the sisters have been living the Janelian charism, with particular attention to the spirit of poverty and care for the poor, considered the resources and time invested in the initial and ongoing formation, considered the increasing number of the sisters in the delegation, considered the recognition and the respect people and the ecclesial authorities have for the presence of the Daughters of Our Lady of the Garden on the 11th of September 2005, being the Supreme Pontiff Benedict XVI, Bishop of Indore, Monsignor George Anatil, Superior of the Delegation, Sister Philomena Vadakekanna Mangalatu, keeping in mind what the constitutions say in number 142 and the canon law 581 declares that the delegation of India be erected as a religious province of the Institute of the Daughters of Our Lady of the Garden, having the main house in Indore. Yours are the feet, yours are the eyes, you are his body. Christ has no body now but yours. No hands, no feet on earth but yours. Yours are the eyes with which he looks, compassion on this world. Yours are the feet with which he walks to do good. Yours are the hands with which he blesses all the world. Yours are the hands, yours are the feet, yours are the eyes, you are his body. Christ has no body now but yours. No hands, no feet on earth but yours. Yours are the eyes with which he looks, compassion on this world. Yours are the feet with which he walks to do good. Yours are the hands with which he blesses all the world. Yours are the hands, yours are the feet, yours are the eyes, you are his body.
Yours are the hands, yours are the feet.